കുറച്ച് കോസ്റ്റ് കുറവുമാണ്, പക്ഷെ അത് കോസ്റ്റ് കൂടുതലാണ്. നമുക്കത് കോസ്റ്റ് കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. റിസൾട്ട് കിട്ടുന്നുണ്ട്. റിസൾട്ട് മുന്നാണ് കിട്ടായില്ല. റിസൾട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ പാലക്കാട് 15 വർഷത്തോളമായിട്ട് നെൽകൃഷിക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം വന്നിട്ട് നമുക്ക് എന്താണ് 25 ദിവസം പ്രായമായതാണ്. ഫസ്റ്റ് വളപ്രയോഗം കഴിഞ്ഞു, നട്ട് കഴിഞ്ഞുകൊണ്ട് വളപ്രയോഗത്തിന് 25 ദിവസം കഴിഞ്ഞിട്ടുള്ള വളർച്ചയാണ്. വളരെ എന്നിട്ട് ബംഗാളികൾ നട്ടതാണ്. അപ്പൊ അതിനുള്ള ഇതാണ്, അതിന്റെ ഡെവലപ്മെന്റ്സ് ആണ് കാണുന്നത്. നെല്ലിന് കൊടുക്കുന്നത് ഇത് നെല്ലിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിക്ക് 5 കിലോ സസ്യാമൃത ജെല്ല് നമ്മൾ താഴെ ബേസിൽ അപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കും. 25-30 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ലിറ്റർ 100 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് 1 ഏക്കറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 തവണ അത് മതിയാവും. ബാക്കി പിന്നെ മറ്റ് വളങ്ങളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെല്ലിന് നല്ല വെയിറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും. കാരണം പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സസ്യാമൃതം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ നെല്ലും പ്രത്യേക ടേസ്റ്റാണ്. പാലക്കാടൻ മട്ട എന്നുണ്ട്, പാലക്കാട് ഞാറ്റുവേല മട്ട റൈസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നുണ്ട്. ഞാൻ അതിൽ അഡ്വൈസറി ബോർഡിലുണ്ട്. അതിൽ അത്യാവശ്യം നല്ലൊരു കൃഷിക്കാർ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രീമിയം ക്വാളിറ്റി റൈസാണ് ഞങ്ങളത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വില എങ്ങനെയാണ്? വലിയ വിലയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്റർ ലിക്വിഡിന് വന്നിട്ട് 330 വില വരുന്നത് MRP എന്ന് പറഞ്ഞാൽ. അത് എന്ന് പറഞ്ഞാൽ ഈ 1/2 ലിറ്റർ ലിക്വിഡ് 100 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഇതിനകത്തുള്ളത്. 1 ഏക്കർക്ക് ഈ 1/2 ലിറ്റർ മതി ഒരു തവണ ചെയ്യാൻ, സ്പ്രേ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. വീട്ടാവശ്യത്തിനാണെങ്കിലും ഒരുപാട് തവണ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ജെല്ല് വന്നിട്ട് 1 കിലോ ജെല്ല് വന്നിട്ട് 450 രൂപ വില വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അഗ്രി TV കാണുന്ന ഓർഡർ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇതിൽ 25% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാ പ്രോഡക്റ്റിനും 100 കുറവ് വരും. അതെ, കുറവ് വരും. അത് കുറവോടുകൂടി നമ്മൾ കൊടുക്കുന്നതാണ്. അവർക്ക് അതിനുള്ള സൗകര്യം. അതിനും അതുപോലെ തന്നെ 20% അതെ. ഇതിപ്പോ 5 കിലോയ്ക്ക് വന്നിട്ട് 1950 രൂപ വരുന്നുണ്ട്. 5 കിലോയ്ക്ക് അത്രേ വരുന്നുള്ളൂ. അതിൽ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ വില. ഇതിൽ പാക്കിങ്ങിന്റെ ഒരു വ്യത്യാസം തന്നെ, ഈ ഓരോ പാക്കിങ്ങിന്റെ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരും. ഡെലിവറി ചാർജ് വരുമോ? കൊറിയർ ചാർജ് പിന്നെ എന്തായാലും അത് കൊടുക്കണമല്ലോ. കൊറിയർ ചാർജ് കൂടെ വരുമ്പോൾ വലിയ ബൾക്കൊക്കെ ആവുന്ന സമയത്ത് 10 കിലോയിൽ കൂടുതലൊക്കെ ആകുമ്പോൾ പാർസൽ അയക്കുമ്പോൾ വെറും ആകെ 150 രൂപയുടെ ചിലവേ വരുള്ളൂ. അതേ സമയത്ത് കൊറിയർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചാർജ് വരും. അത് ആ സമയത്ത് എത്ര കൊറിയർ ചാർജ് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പല റിപ്പോർട്ടും മറ്റ് ചാനലുകളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടും അതൊക്കെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊറിയർ വഴിയും പാർസൽ വഴി അയച്ചു കൊടുക്കാറുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള സൗകര്യമുണ്ട്.